ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. അഗസ്ത്യമുനി ഈ വിധം മേഘനാഥൻ ഇന്ദ്രജിത്തായ സംഭവവും ഇന്ദ്രജിത്തിനുണ്ടായ കഴിവിൻ്റെ മികവുമൊക്കെ പറയുമ്പോൾ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ഒക്കെ വളരെ ശ്രദ്ധാപൂർവം ഇത് കേട്ടിരിക്കുകയായിരുന്നു. ലക്ഷ്മണൻ്റെ മനസ്സിൽ ഇത്രയും കരുത്തനായ ഒരാളായിരിക്കും ഇന്ദ്രജിത്ത് എന്ന ധാരണ ഉണ്ടായിരുന്നില്ല എന്ന തോന്നൽ രാജസദസ്സിലുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് തോന്നി. പക്ഷെ ലക്ഷ്മണന് തോന്നിയില്ല. ലക്ഷ്മണൻ അറിയാമല്ലോ ഇന്ദ്രജിത്തിൻ്റെ പോരാട്ട വീര്യം എന്തായിരുന്നു എന്നും ഇന്ദ്രജിത്ത് നടത്തിയ പോരാട്ടവും ലക്ഷ്മണൻ അറിയാം. അഗസ്ത്യമുനി ഇതിങ്ങനെ പറയുമ്പോൾ മറ്റ് ഋഷിമാരൊക്കെ തന്നെ ഇന്ദ്രജിത്തിൻ്റെ ഈ പോരാട്ട വീര്യത്തെക്കുറിച്ച് കേട്ട് അത്ഭുതത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. ഇവരെല്ലാവരും പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, രാവണനെ വധിക്കുക പരമ്പൊരുളായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമദേവന് ഇത് ബുദ്ധിമുട്ടല്ല. പക്ഷേ ലക്ഷ്മണൻ്റെ ഇന്ദ്രജിത്തിനുമായിട്ടുള്ള പോരാട്ടവും ഇന്ദ്രജിത്തിനെ വധിച്ചതുമായ കാര്യമാണ് ഏറ്റവും വലിയ സംഭവമായി മഹർഷീശ്വരന്മാർ കണ്ടതും അവർ പറയുകയും ചെയ്തു. ഇത് പറഞ്ഞ് നേരെ അഗസ്ത്യമുനി രാവണൻ്റെ ക്രൂരകൃത്യങ്ങളിലേക്കാണ് വീണ്ടും കടന്നത്. രാവണൻ്റെ അഹങ്കാരം നിറഞ്ഞ ക്രൂരത നിറഞ്ഞ ഭരണം നാൾക്കുനാൾ കൂടുതൽ കൂടുതൽ കുപ്രസിദ്ധമായി മാറിക്കൊണ്ടിരുന്നു. പ്രസിദ്ധിയല്ല, കുപ്രസിദ്ധിയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. രാക്ഷസ രാജാവ് രാവണന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന നിലയിൽ ലോകം മുഴുവൻ ഭയത്തോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ഭരണമായി മാറി. ഈ വിവരം കേട്ട് രാവണന്റെ ജ്യേഷ്ഠനാണല്ലോ വൈശ്രവണൻ, കുബേരൻ. വൈശ്രവണൻ തൻ്റെ അനുജന്മാർ നേർവഴിക്ക് പോകണമെന്ന ആഗ്രഹം സ്വാഭാവികമായ ഒരു ജ്യേഷ്ഠനുണ്ടാകുമല്ലോ. തൻ്റെ കടമയാണല്ലോ രാവണനെ ഉപദേശിച്ച് നേരെയാക്കുക എന്നുള്ളത്. അങ്ങനെ കരുതിക്കൊണ്ട് വൈശ്രവണൻ ഒരു ദൂതനെ വിളിച്ച് രാവണനോട് പറയുവാനായി കുറേ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. ഒന്ന്, നീ ഇപ്പോൾ ലോകത്തെ ശക്തനായ ഒരു ഭരണാധികാരിയെ മാറിയിരിക്കുകയാണ്. നിന്റെ ഭരണം അനുദിനം കൂടുതൽ കൂടുതൽ ആളുകളാൽ പ്രകീർത്തിക്കപ്പെടുന്ന നിലയിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ ചില അവസരങ്ങളിലെങ്കിലും നീ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ക്രൂരപ്രവൃത്തികൾ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തിവെക്കുക. നീ അറിയുക, നാം ഈ ജീവിതത്തിൽ സമ്പാദിക്കുന്ന സമ്പത്തും അധികാരവും ഒക്കെ നേർവഴിക്ക് ഉപയോഗിച്ചില്ല എങ്കിൽ സമൂഹത്തിൽ എന്നെന്നും അപഹസിക്കപ്പെടുന്നവരായി മാറും. എൻ്റെ അനുജനായ നീ ആ വിധത്തിൽ മാറരുത് എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നീ തെറ്റായ മാർഗം പലപ്പോഴും സ്വീകരിക്കുന്നതായി നാം അറിയുന്നു. നമുക്കതിൽ ദുഃഖമുണ്ട്.
നീ ആ തെറ്റുകൾ തിരുത്തണം. നിന്റെ ഒരു ശ്രേയസ്കരമായ ജീവിതമാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു അനുജനായി ലോകം വാഴ്ത്തപ്പെടണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ രാവണനോട് പറയുവാനായി വൈശ്രവണൻ ലങ്കയിലേക്ക് ദൂതനയച്ചു. കുബേരന്റെ രാജ്യത്ത് നിന്ന്, വൈശ്രവണന്റെ രാജ്യത്ത് നിന്ന് ഒരു ദൂതൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാവണൻ പറഞ്ഞു വരാൻ പറയും. കാരണം വൈശ്രവണൻ ലങ്കയിൽ നിന്ന് പോയതിന് ശേഷം പിന്നീട് ഒരിക്കലും ലങ്കയിലേക്ക് ദൂത അയക്കുകയോ വൈശ്രവണൻ ലങ്കയിലേക്ക് വരികയോ ചെയ്തിട്ടില്ല. സ്വന്തം ജ്യേഷ്ഠനാണല്ലോ. അപ്പൊ ദൂതനെ അയക്കുമ്പോൾ സ്വാഭാവികമായും ദൂതനെ സ്വീകരിക്കുക എന്ന് കരുതി രാവണൻ ദൂതനെ വരാൻ പറഞ്ഞു. ദൂതൻ വന്നു കാര്യങ്ങൾ ചോദിച്ചത് വിശദീകരിച്ചു. വൈശ്രവണൻ പറഞ്ഞയച്ച വിശേഷങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു. ഇത് കേൾക്കുന്തോറും രാവണന്റെ കോപം ഇങ്ങനെ കൂടിക്കൂടി വന്നു. നമ്മെ ഉപദേശിക്കുക, നാം തെറ്റുകാരനോ, നാം അഹങ്കാരിയോ, നാം ക്രൂരനോ, നമ്മെ ഇങ്ങനെ അപഹസിക്കാൻ ഇയാളാരാ? സ്വന്തം ജ്യേഷ്ഠനാണ് എങ്കിലും ഈ ദേഷ്യം ഇങ്ങനെ രാവണൻ ഇരച്ചു കയറി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് രാവണന്റെ ദേഷ്യം ഇരച്ചു കയറുകയും മറുഭാഗത്ത് നിന്ന് ദൂതൻ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. രാവണന് കോപം പെട്ടെന്ന് ഇരട്ടിച്ച് രാവണൻ കയ്യിലിരുന്ന വാളെടുത്ത് ദൂതന്റെ കഴുത്തേക്ക് ദേഷ്യം. അപ്പൊ ദൂതനെ വധിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. പെട്ടെന്ന് ഉണ്ടായ ദേഷ്യത്തിലാണ് രാവണൻ ഈ വിധം ചെയ്തത്. രാവണൻ കുംഭകർണനോടോ വിഭീഷണനോടോ ഒന്നും ആലോചിച്ചില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ സ്വന്തം ജ്യേഷ്ഠൻ വൈശ്രവണൻ അയച്ച ദൂതനെ രാവണൻ വധിച്ചതാണ്. പക്ഷെ ഇത് വൈശ്രവണൻ രാവണനോടുള്ള അതിർത്തി കൂട്ടുകയുണ്ടായി. എങ്കിലും വൈശ്രവണൻ പെട്ടെന്ന് രാവണനോട് പ്രതികരിക്കാനൊന്നും പോയില്ല. പക്ഷേ രാവണൻ അവസരം നോക്കിയിരുന്നു വൈശ്രവണനെ ആക്രമിക്കാൻ. ഒരു ദിവസം രാവണൻ രാക്ഷസ സേനയും കൂട്ടി നേരെ വൈശ്രവണന്റെ വാസസ്ഥലത്തേക്ക് യുദ്ധം ചെയ്യുവാനായി ചെന്നു. യക്ഷന്മാരാണ് വൈശ്രവണന്റെ സേനാംഗങ്ങൾ. യക്ഷന്മാരും രാക്ഷസരും തമ്മിൽ പോരാട്ടമായി. യക്ഷന്മാർ വളരെ കരുത്തരായ പോരാളികളാണ്. യക്ഷന്മാരുമായുള്ള കടുത്ത പോരാട്ടം, രാക്ഷസൻ സേന വൻപിച്ച നഷ്ടമുണ്ടായി, നാശമുണ്ടായി. യുദ്ധം മുറുകി. പരസ്പരം ഏറ്റുമുട്ടി. രാവണനോടൊപ്പം രാവണന്റെ അമ്മാവന്മാരായ മാരീചനും പ്രഹസ്തനും വിദ്രുഭാഷണൊക്കെയുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് വൈശ്രവണന്റെ സേനയെ ആക്രമിക്കുകയാണ്. വൈശ്രവണനുമായി അവസാന സമയമാണ് വൈശ്രവണൻ രംഗത്ത് വരുന്നത്. വൈശ്രവണൻ രംഗത്ത് വന്ന് രാവണനുമായി പോരാട്ടമായി. കടുത്ത പോരാട്ടം തുടങ്ങി. വൈശ്രവണന്റെ ആക്രമണത്തിൽ രാവണൻ ബോധരഹിതനായി വീണു. കുറച്ചു സമയം കഴിഞ്ഞ് രാവണൻ ബോധം തെളിഞ്ഞപ്പോൾ എണീറ്റ് വീണ്ടും
വൈശ്രവണൻ നേരെ ആക്രമിക്കാൻ തുടങ്ങി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണം വലിയൊരു ഘോര യുദ്ധമായി മാറി. യക്ഷന്മാരും രാക്ഷസരും തമ്മിൽ നടന്ന ഏറ്റവും വലിയ പോരാട്ടമായി അത് മാറി. യക്ഷന്മാർക്കിടയിലും രാക്ഷസർക്കിടയിലും ധാരാളം പേർ കൊല്ലപ്പെട്ടു. അതിനിടയിലാണ് രാവണനും വൈശ്രവണനും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ മൂർച്ഛിച്ചത്. രാവണൻ പെട്ടെന്ന് ആഗ്നേയാസ്ത്രം തൊടുത്തു. ആഗ്നേയാസ്ത്രം തൊടുത്തപ്പോൾ തന്നെ വൈശ്രവണൻ വരുണാസ്ത്രം തൊടുത്തു. അഗ്നിയും ജലവും തമ്മിലേറ്റുമുട്ടി അവിടെ അത് അവസാനിച്ചു. അത് കഴിഞ്ഞ് രാവണൻ പെട്ടെന്ന് മായാവിയായി മറന്നു നിന്നുകൊണ്ട് വൈശ്രവണനെ ആക്രമിച്ചു. വൈശ്രവണൻ ബോധരഹിതനായി വീണു. ഈ സമയം വൈശ്രവണന്റെ സഹായികൾ വൈശ്രവണനെ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് പോയി. രാവണൻ ആഘോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു, താൻ വൈശ്രവണനെ തോൽപ്പിച്ചു, കുബേരനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പവിമാനം എടുത്തു. കുബേരന്റെ പുഷ്പവിമാനം എടുത്തുകൊണ്ട് അതിലിങ്ങനെ കയറി, ഞാൻ കുബേരനെ തോൽപ്പിച്ചു, ഇനി മുതൽ പുഷ്പവിമാനം എൻ്റേതാണ്. ദേവേന്ദ്രനെ തോൽപ്പിച്ചു, സ്വർഗരാജ്യം എൻ്റെത്. കുബേരനെ തോൽപ്പിച്ചു, പുഷ്പവിമാനം എൻ്റെത് എന്നുള്ള മട്ടിലുള്ള അഹങ്കാരത്തോടുകൂടി പുഷ്പവിമാനത്തിൽ അവിടെ നിൽച്ചു. അങ്ങനെ രാവണന് സ്വന്തമായി വൈശ്രവണന്റെ പുഷ്പവിമാനവും